10 വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി. 3 സ്റ്റാർ ഫർണിച്ചറിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ബ്ലൈൻഡ്സിന് വെറും 80 രൂപ മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലടി പെരുമ്പാവൂർ റോഡിൽ ക്രിസ്റ്റൽ ടവർ ബിൽഡിംഗിലാണ്. സെന്റ് മേരീസ് ടൗൺ ദേവാലയത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവക ദിനവും യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവും നടത്തി. എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറൽ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട മുഖ്യാതിഥിയായി പങ്കെടുത്തു. വൈകിട്ട് വിശുദ്ധ കുർബാന, പൊതുസമ്മേളനം എന്നിവയുണ്ടായി. ഒരു ഇടവക സമൂഹമാകാനുള്ള എല്ലാ വളർച്ചയും പ്രാപിച്ചു എന്ന് ഉറപ്പു വരുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തുക. മറ്റൂർ ടൗൺ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്നാണ് നിങ്ങൾ വളർന്ന് ഉയർന്നത്. 2000 ആണ്ടിൽ ഒരു ദേവാലയമാവുകയും പിന്നീട് അതൊരു വലിയ സമൂഹമാവുകയും, ഞാൻ അതിരൂപതയുടെ മതബോധന ഡയറക്ടറായിരുന്ന സമയത്ത് ഇവിടെ വേദപാഠ ശുശ്രൂഷയെല്ലാം കണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളതാണ്. ഈ 25 വർഷത്തെ കാര്യങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ അതിരൂപതയിലെ ചെറുപ്പക്കാരായ നല്ല ചോരത്തിളപ്പുള്ള വൈദികരെ നിങ്ങൾക്ക് ഇടയന്മാരായി ലഭിച്ചു എന്നുള്ളതാണ്. എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറൽ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഇടവകയിലെ വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ഷിജോ KP കല്ലുങ്ങലിനെ ഇടവകയുടെ ആദരം സെന്റ് ആന്റണീസ് പള്ളി വലിയ ഏതാണ്ട് 150 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു പള്ളി. ആ ഇടവകയുടെ ഭാഗമായി നിന്ന് മുന്നോട്ട് പോയ ഒരു സമൂഹം ഒരു ഘട്ടമെത്തിയപ്പോൾ സ്വതന്ത്രമായി ഒരു ദേവാലയം വേണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആദ്യ പടിയായി ഒരു ദേവാലയം ഇവിടെ സ്ഥാപിക്കുകയും 25 വർഷങ്ങളിൽ പടിപടിയായി ഉയർന്നു വന്ന് ഇന്ന് ഇതൊരു സ്വതന്ത്ര ഇടവകയായി മാറുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മുടെ ഇടവക ദിനവും കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവും സിൽവർ ജൂബിലിയുടെ സമാപനവും കൊണ്ടാടുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നന്ദി മാത്രം, നന്ദി മാത്രം, നന്ദി മാത്രം. നമ്മുടെ ഇടവക ദേവാലയം 25 വർഷം പൂർത്തിയാകുന്നു. 25ാം വർഷത്തിൽ അനുഗ്രഹീതമായ ഈ കാലയളവിൽ ഒത്തിരി നന്മകൾ ഈ ഇടവകയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നമുക്ക് കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഇവിടെ ഇരിക്കുന്ന കൊച്ചുമുറികൾ, ഏറ്റവും പ്രായമായ മുതിർന്ന വ്യക്തികൾ വരെ ഈ ദേവാലയത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും വളരെ മനോഹരമായിട്ട്, ക്രിയാത്മകമായിട്ട്, അതുപോലെ തന്നെ സാന്നിധ്യം കൊണ്ട്, സാമ്പത്തികമായി എല്ലാവരും സഹകരിച്ചതുകൊണ്ടാണ് 25 വർഷം പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ഈ വളർച്ചയ്ക്ക് പുറകിൽ നിന്ന് സഹായിച്ച എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കാം. ഇടവകയ്ക്ക് കരുത്ത് പകർന്ന് കൂടെ നിന്ന വികാരിമാര്, അഭിവന്യ പിതാക്കന്മാര്, തലപ്പള്ളിയായ മറ്റൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ, അവിടുത്തെ വികാരിമാർ, മറ്റ് ഒത്തിരിയേറെ വ്യക്തികൾ, ഇവിടുത്തെ വിശ്വാസ സമൂഹം, എല്ലാവരെയും നന്ദിയോടുകൂടെ സ്നേഹത്തോടുകൂടെ ഓർക്കുന്നു. നീണ്ട 25 വർഷങ്ങൾ, ഒരുപക്ഷെ ഇരുളിൻ്റെ, ഒരുപക്ഷെ ചില പ്രയാസങ്ങളുടെ, പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാകാം. അവിടെയെല്ലാം
ദൈവം വലിയ കൃപ ചെയ്താണ് നമ്മെ ഇവിടെ വരെ ആക്കി തീർത്തത്. നിങ്ങൾ തിരിച്ചറിയുക, ജൂബിലിയെക്കുറിച്ച് ശുദ്ധമുള്ള വേദപുസ്തകത്തിൽ POC ബൈബിളിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ ജൂബിലി എന്താണ്, എങ്ങനെ ആഘോഷിക്കണം എന്നൊക്കെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പോയവരെ കുറിച്ച് ഓർത്തു നോക്കാം, പോന്ന വഴികളും ഓർത്തു നോക്കാം. എല്ലാം ഒരു ഓർമ്മയായി ഓർമ്മ പോലും ഇല്ലാതെയാകുമ്പോൾ വഴിയടയാം. ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ചങ്കുറപ്പും കർത്താവിനോടുള്ള പ്രതിബദ്ധതയും കൂട്ടായ്മയുടെ മഹത്വവും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ പള്ളിയുടെ ഉമ്മറത്ത് തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ പള്ളിയുടെ ചരിത്രം പേരുന്ന ആ മാർബിൾ ഫലകം വായിച്ചാൽ മതി. എനിക്ക് തോന്നുന്നത് ആരംഭത്തിൽ വൈദികരെ ഇല്ലാതെ തന്നെയും ജനങ്ങൾ തന്നെ വിശ്വാസികൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ഒരു പള്ളി വേണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അത് കഴിഞ്ഞ് അവർ വികാരി അച്ഛന്മാരോട് പറഞ്ഞു, അങ്ങനെയാണ് ഇവിടെ ആരംഭിച്ചത്. അപ്പം നിങ്ങളുടെ വിശ്വാസ തീഷ്ണതയുടെ ഒരു വളർച്ച കൂടിയാണ് ഇത്. ഈ വിശ്വാസ തീഷ്ണത എപ്പോഴും നമ്മൾ ഒന്നായി മുമ്പോട്ട് പോകുന്നതിലായിരിക്കണം നമുക്കുണ്ടാകുന്നതും. എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത്, കെയറിങ് ചെയ്യുന്നത്, ഞാൻ എവിടെ പോയി, ഇവിടെ ഉണ്ടോ, ഭക്ഷണം കഴിച്ചോ എന്ന് എപ്പോഴും അന്വേഷിക്കുന്ന കുറേ നല്ല ഇടവക സമൂഹം. അതുകൊണ്ട് എനിക്കിപ്പോൾ സങ്കടം കുറച്ച് നേരത്തെ വരാമായിരുന്നു. ഒരു 10 കൊല്ലം മുൻപെങ്കിലും എനിക്കിവിടെ വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ സ്നേഹം കുറച്ചും കൂടി ആസ്വദിക്കാമായിരുന്നു എന്നൊരു സങ്കടമുണ്ട്. തുടർന്ന് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ 300-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന മെഗാ സ്റ്റേജ് ഷോയും ഉണ്ടായി. തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കി. പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി.